എല്ലാവർക്കും സ്വാഗതം. മട്ടന്നൂർ കണ്ണൂർ റോഡിൽ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിട ഉദ്ഘാടനം നടക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്ന പോലെ 1852 മട്ടന്നൂരിൽ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത്. അന്ന് മട്ടന്നൂർ കലാപം എന്ന പേരിൽ അറിയപ്പെട്ട ഒരു സംഭവവുമായി തുടർന്നാണ് മട്ടന്നൂരിൽ പോലീസ് സ്റ്റേഷൻ പിറവിയെടുത്തത്. പിന്നീട് 1940 മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ KPCC ആഹ്വാനപ്രകാരം നടത്തിയ ഒരു പ്രതിഷേധ ദിനത്തിൻ്റെ ഭാഗമായും ചരിത്രത്തിൽ ഇടം നേടിയ ഒരിടമാണ്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷന് പുതിയൊരു കെട്ടിടം പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 1.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ കാണിച്ചു തരിക എന്നുള്ള രീതിയിലാണ് ഇന്ന് MID വന്നിട്ടുള്ളത്. നമുക്ക് അവിടെ പോയി കെട്ടിടമൊക്കെ ഒന്ന് കാണാം. നിങ്ങളെ സ്വാഗതം ചെയ്യാം. അപ്പോൾ ഇതാണ് പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോ സ്ഥലവും കാണുക, കാരണം പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് അകത്ത് പിന്നീട് നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ കാണിച്ചു തരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇതാണ് റിസപ്ഷൻ കൗണ്ടർ. യെസ്. അപ്പോൾ ഇവിടെ സീറ്റിംഗ് സംവിധാനങ്ങൾ, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ആളുകൾക്ക് ഇരിക്കാനും പരാതി പറയാൻ വേണ്ടി എത്തുന്ന ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള വിശാലമായ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സീറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ഓഫീസ്, അതായത് നമ്മുടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഓഫീസാണ്. തൊട്ട് നമ്മൾ കയറുമ്പോൾ നമുക്ക് ഇടതുഭാഗത്തായിട്ട് CIയുടെ ഓഫീസാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതിന് തൊട്ടിപ്പുറത്ത് റൈറ്റർ റൂമാണ്. നമ്മുടെ കേസ് സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്ന റൂമാണ് തൊട്ടിപ്പുറത്തായി ഉള്ളത്. നമുക്കറിയാം, അപ്പുറത്ത് ഇടുങ്ങിയ നിലയിലാണ് ഇവർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങനെയല്ല, കുറച്ചുകൂടി വിശാലമായ ഓപ്പണായ എടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. റെക്കോർഡ്സ് റൂം, ഫയലുകൾ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ കമ്പ്യൂട്ടർ റൂം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സെക്ഷനായിട്ട് ഈ ഭാഗത്തൊരു സംഭവമുണ്ട്. പിന്നെ എല്ലാ സംഭവവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് നമുക്കറിയാം, അപ്പുറത്തെ സ്റ്റേഷനകത്തേക്ക് പല കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസുകാരെ ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെ ഉള്ള സംവിധാനം അപ്പുറത്തുണ്ട്. പക്ഷേ ചെറിയ സൗകര്യമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വിശാലമായ ഓപ്പൺ സൗകര്യത്തോടുകൂടി കുറേ ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാനുള്ള, അവർക്ക് പരാതിക്കാരോട് സംസാരിക്കാനുള്ള, നമ്മുടെ ഈ അപകടം ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഓരോ പോലീസുകാർക്കായിരിക്കും ചാർജ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ നാസർ SI ഒക്കെ ഉണ്ട്. ഇവരുടെ ഇതിൻ്റെ ഒരുക്കത്തിലാണുള്ളത്. സാറേ, ഇങ്ങനെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരുന്നത്. എല്ലാം മംഗളായിട്ട് നടക്കട്ട്. പിന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ട് വരുന്നുണ്ട്. പിന്നെ പൊതുജനങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വൈകുന്നേരം 4 മണിക്ക് എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നതാണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗത്തെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ്. ഇത് 2 നിലയുള്ള കെട്ടിടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഭാഗത്തുനിന്ന് നമ്മൾ കയറുമ്പോൾ ഇടതുഭാഗത്തുനിന്ന് മാറി നമ്മളിനി വലതുഭാഗത്തെ ഭാഗമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇപ്പം പബ്ലിക് റിലേഷൻ ഓഫീസർ ഇവിടെ ഓഫീസാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ എയർപോർട്ട് SI ആയിരുന്ന നൗഷാദ് മൂപ്പൻ സാറാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ചുമതലയുള്ള ആൾ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് സബ് ഇൻസ്പെക്ടറുടെ ഓഫീസുണ്ട്. ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന SIയുടെ ഓഫീസാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ സീറ്റിൽ ആളില്ല. അപ്പോൾ നമുക്കിപ്പോൾ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഇവിടെ സീറ്റിലുണ്ട്. എങ്ങനെയാണ് സാർ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. 4 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. ശൈല ടീച്ചറിനാണ് അധ്യക്ഷ. ബാക്കിയുള്ള സമയം ഇപ്പം ഇനി ആകെ നമുക്കുള്ളൊരു ഇത് ഓൺലൈൻ ചെയ്യേണ്ട നെറ്റ് കണക്ഷൻ്റെ അവൈലബിലിറ്റിയാണ്. അത് ഇന്ന് വൈകുന്നേരത്തോടെ റെഡിയാവും. ജനങ്ങൾക്ക് അതുപോലെ തന്നെ ഏത് സമയത്തും 24 മണിക്കൂറും ഒരു വീട്ടിൽ കയറി വന്ന് രക്ഷിതാക്കളോട് പറയുന്ന, അല്ലെങ്കിൽ ഗാർഡിയൻസോട് പറയുന്ന, ഒരു പരാതി പറയുന്ന രീതിയിലേക്ക് ശേഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് പബ്ലിക്കിന് ആവശ്യവും. ഏത് പരാതിയും പരമാവധി സ്റ്റേഷനെ പരിഹരിക്കാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഉദ്യോഗസ്ഥരുടെ സംഘർഷം, അതായത് ഇടുങ്ങിയ റൂമിൽ നിന്നും വിശാലമായ ഓപ്പണായ റൂമിലേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയിപ്പോൾ SIയുടെ അതുപോലെ പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ റൂമിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ലോക്കപ്പ് ഉള്ളത്, ലോക്കപ്പ് റൂമുള്ളത്. അപ്പോൾ ഈ ലോക്കപ്പ് റൂം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്ന ഇത് മെയിൽ അതുപോലെ ഫീമെയിൽ 2 ഭാഗമായിട്ടാണുള്ളത്. നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ലോക്കപ്പ് റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് പണ്ട് കുറച്ചുകൂടി ഇടുങ്ങിയ റൂമായിരുന്നു, നമുക്കറിയാം, പഴയ റൂം കണ്ടവർക്കറിയാം.
ഇവിടെ അങ്ങനെയല്ല, കുറച്ചുകൂടി വിശാലമായ ഓപ്പണായ സംവിധാനമാണ്. അതുപോലെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ലോക്കപ്പ് റൂമാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇത്രയും വീതി വിസ്താരമുള്ള സൗകര്യമുള്ള ഒരു ലോക്കപ്പ് റൂമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോക്കപ്പ് റൂം എന്ന് പറയുന്നത്. ഇത് പുരുഷന്മാരുടേതാണ്. അപ്പുറത്ത് സ്ത്രീക്കായി മറ്റൊരു റൂം കൂടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ 2 റൂം അടുത്തടുത്തായിട്ടുള്ള സംവിധാനത്തോടെ ലോക്കപ്പ് റൂം ഒരുങ്ങിയിട്ടുള്ളത്. യെസ് അപ്പോൾ ഇതാണ് പോലീസ് സ്റ്റേഷൻ്റെ 2ാം നില എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ കയറി മേലോട്ട് എത്തിക്കഴിഞ്ഞാൽ മീറ്റിംഗ് ഹാള് ആണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുക. സാധാരണ നമുക്കറിയാം പല തരത്തിലുള്ള മീറ്റിങ്ങുകൾ, ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള മീറ്റിങ്ങുകൾ, ഇവരെ ഒഫീഷ്യൽ മീറ്റിങ്ങൊക്കെ നടക്കും. അതിനൊക്കെ വേണ്ടിയുള്ള മീറ്റിംഗ് ഹാളാണ് ഇവിടെയുള്ളത്. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് വുമൻസ് റെസ്റ്റ് റൂമാണ്. അതായത് വനിതകളായ ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കാനുള്ള സംവിധാനമുള്ള ഒരു റൂമാണ് ഈ ഭാഗത്തുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പുരുഷന്മാർക്കും ഇതേ സംവിധാനത്തിലുള്ള റൂം അപ്പുറത്തും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലെ കൂടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മനോഹരമായ ഒരു ദൃശ്യം കൂടി കാണാൻ പറ്റും. നമുക്ക് പുറത്തേക്കുള്ള കാഴ്ച വേണ്ടി കാണാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇങ്ങനെ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലാണ് ഈ മട്ടന്നൂരിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ട, അപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ക്രൈം വിഭാഗം അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ സീറ്റാണ് ഈ കാണുന്നത്. അങ്ങനെ നല്ല വിശാലമായ സൗകര്യത്തോടുള്ള ഒരു മനോഹരമായ കെട്ടിടമാണ്. അപ്പോൾ ഇതാണ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സംവിധാനത്തോടെ സൗകര്യത്തോടെയുള്ള ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും സുന്ദരമായ രീതിയിൽ പരാതികൾ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളൊക്കെ ആയി വരുമ്പോൾ അവർക്ക് സമ്മർദ്ദമില്ലാത്ത രീതിയിൽ ഉദ്യോഗസ്ഥർക്കും അതേപോലെ ജീവനക്കാർക്കും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ പരാതി കൊണ്ട് വരുന്ന ആളുകൾക്ക് അവിടെ ഇരിക്കാനുള്ള നല്ല വിശാലമായ കസേര സംവിധാനങ്ങളൊക്കെ, സീറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി അങ്ങനെ എല്ലാം കൊണ്ടും പ്രൗഢഗംഭീരമായ ഒരു കെട്ടിടമാണ് ഇവിടെ മട്ടന്നൂർ പോലീസിനായി ഒരുങ്ങിയിട്ടുള്ളത്. അപ്പം മറ്റൊരു ചരിത്രത്തിൽ കൂടി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ ഇടം പിടിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ക്യാമറ ചെയ്യുന്നത് അനിൽ മട്ടന്നൂരാണ്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണിച്ചു തരിക, കാരണം പോലീസ് സ്റ്റേഷനാണല്ലോ, അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് അകത്തുനിന്ന് കയറി അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ അകത്തുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ള അർത്ഥത്തിലാണ് ഇനി ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരിടത്ത് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും സ്നേഹം, നന്ദി. ഇനിയൊരു ഇന്റർനാഷണൽ കൊമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും. റാൻസ് അക്കാദമി CA, ACCA, CMA India, USCMA കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം. വിജയമുറപ്പാക്കാൻ കോമ്പറ്റന്റ് ഫാക്കൽറ്റീസിന്റെ ബെസ്റ്റ് ക്ലാസസ് വിത്ത് കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് ആൻഡ് 1 മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും. റാൻസ് അക്കാദമി, മട്ടന്നൂർ.